സുർജിത്തെ ഒരു കാര്യം സുർജിത്ത് അയ്യപ്പ, താങ്കൾ യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിൻ്റെ തലേ ദിവസം ഈ ഉരുൾപൊട്ടി വന്ന രണ്ട് തലേ ദിവസം താങ്കൾ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ, ആരാണെങ്കിലും എടുക്കാൻ വേണ്ടതുവാണെങ്കിൽ എടുത്തോളൂ. ഞാൻ പിന്നീട് ചോദിക്കാവുന്ന കാര്യമുള്ളൂ എനിക്ക്. അല്ല SKN, ഞാൻ ഒരു ഒരു ഇവിടെ വന്നപ്പോൾ SKN ഇപ്പോൾ ചോദിച്ചപ്പോൾ ഒരു ചെറിയൊരു ഓർമ്മ വന്നു. ഞാൻ ഇവിടെ നിന്നാണ്, അതായത് ഈ പാലത്തിൻ്റെ ഏതാണ്ട് നടുക്ക്, ഈ പാലമല്ല, അന്ന് പഴയ പാലമായിരുന്നു, ആ പാലത്തിൻ്റെ ഏതാണ്ട് നടുക്ക് നിന്നാണ് ഞാൻ ആളുകളുടെ പ്രതികരണം ആരാഞ്ഞത്. വെള്ളാർമല സ്കൂൾ ഷൂട്ട് ചെയ്തത് ആ ഭാഗത്തു നിന്നാണ്. അതായത് ഇതിൻ്റെ തൊട്ട് തലേ ദിവസം ഏതാണ്ട് ഒരു 3:30 കൂടിയാണ് ആ ദൃശ്യങ്ങൾ ഞാൻ പകർത്തുന്നത്. എനിക്ക് പിറകിലുള്ള ഇവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പുഞ്ചിരിമട്ടത്തേക്ക് രമേശ് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ആളുകളുടെ പ്രതികരണമെല്ലാം തന്നെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ ഇവിടെ ധാരാളം ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു. ആസാമിൽ നിന്നും അതോടൊപ്പം ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും എല്ലാം എത്തിയ ഇവിടുത്തെ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളം ഉണ്ടായിരുന്നു. ഇവരുടെ ഒന്നും കൃത്യമായ ഒരു കണക്കില്ല. അവരെല്ലാം തന്നെ നിരവധി പാടികളിലായി കഴിഞ്ഞിരുന്ന ആളുകളാണ്. അവരുടെ ഒന്നും കണക്കില്ല. അവരുടെ കണക്ക് ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട്. ഞാൻ ഈ ഹോട്ടലിൽ നിന്ന്, അതായത് ഈ ഫ്രണ്ട്സ് ബേക്സ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഹോട്ടൽ, അതായത് അത് ഏതാണ്ട് അതിൻ്റെ മുൻഭാഗം തകർന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ ഹോട്ടലിൽ നിന്നാണ് ചായ കുടിച്ചത്. ഞാനും അന്ന് ഡ്രൈവറായിരുന്ന പ്രകാശ് ചേട്ടനും ഒപ്പം തന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു മാധ്യമ സുഹൃത്തായിട്ടുള്ള ബ്രിജേഷും ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ചായക്കടയിൽ നിന്നാണ് ചായ കുടിച്ചത്. ഇവർ ആ സമയത്തുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഒരു പുഞ്ചിരിയോട് കൂടിയാണ് യാത്രയാക്കിയത്. അവരൊക്കെ ഇന്നുണ്ടോ എന്ന് പോലും അറിയില്ല SKN. ആ ഒരു ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഒന്ന് നോക്കിയത്. അതായത് സുർജിത്ത് അന്ന് കണ്ടുമുട്ടിയ അല്ലെങ്കിൽ അന്ന് സംസാരിച്ച, നമ്മൾ സംപ്രേഷണം ചെയ്ത ആളുകളെ, കാണാതായ ചിലരുണ്ടല്ലോ, അവരെ സുർജിത്ത് തിരയുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അവരെ പിന്നീട് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയോ, ഈ രമേശ് അല്ലാതെ മറ്റാരെങ്കിലും? അതിൽ 2 പേരാണ്. ഒരു വിജയൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹമാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു തീവ്രത അതൊരു പ്രവചനം പോലെ നടത്തിയത് അദ്ദേഹമാണ്. അന്ന് അദ്ദേഹത്തെ ഒരുപാട് പേർ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, വലിയ ഭീഷണിയുണ്ട് എന്നൊക്കെ നമ്മളോട് പ്രതികരിച്ചത് വിജയൻ എന്ന ആളാണ്. അതായത് പുഞ്ചിരിമട്ടത്ത് ഒരു പാലം ഉണ്ടായിരുന്നു. അത് ഒരു ഏലത്തോട്ടത്തിലേക്ക്, വനറാണി എസ്റ്റേറ്റിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു അത്. ആ പാലത്തിന് മുകളിൽ നിന്നുകൊണ്ട് ആണ് ഞാൻ ആ പുഴ പൂർണ്ണമായും പകർത്തിയത്. അവിടെ നിന്നാണ് ആളുകളുടെ പ്രതികരണം തേടിയത്. അന്ന് തന്നെ വിജയൻ പറയുന്നുണ്ട്, ഇത് വലിയ രീതിയിലുള്ള ദുരന്തത്തിന് സാധ്യതയുണ്ട്. നേരത്തെ പുത്തുമലയിൽ എങ്ങനെ ഉരുൾപൊട്ടലിന് മുമ്പുണ്ടായ അതേ മഴയ്ക്ക് സമാനമായ രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകളെ ഒന്നും പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങളെല്ലാം തന്നെ വിജയൻ പറയുന്നുണ്ട്. വിജയൻ അവിടുത്തെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാരവാഹി കൂടിയാണ്. അദ്ദേഹം അവിടെ നിന്നും ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇവിടെ നിന്ന് മാറി താമസിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അതോടൊപ്പം ഇങ്ങ് താഴെ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് കൃത്യമായി, പ്രശാന്ത് എന്നാണ് പേരെന്നാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം CPIയുടെ നേതാവാണ്. ഇവിടെ തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. ആ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വന്നാണ് എനിക്ക് പ്രതികരണം തന്നത്. അന്ന് അവിടെ ഒരു മരം വീണിരുന്നു ഈ പുഴയിലേക്ക്. ആ മരം വീണപ്പോൾ ആ മരത്തിൻ്റെ തൊട്ടടുത്ത് നിന്നാണ്, ആ മരം വീണതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ വാർത്ത നൽകിയത്. അപ്പോൾ ആ പ്രതികരണം എടുക്കുന്ന ഘട്ടത്തിൽ പ്രശാന്ത് എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം സുരക്ഷിതരായിരിക്കുന്നു. പക്ഷേ ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോയ പ്രശാന്തിനൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. ക്ഷമിക്കണം, ഈ രമേഷിനൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. ഒരു ജീപ്പിലാണ്, ഇവിടെ നിന്നുമാണ് ഒരു ജീപ്പിൽ ഞങ്ങളെ മുകളിലേക്ക്, ഞങ്ങളുടെ കാറ് പുറകിൽ, ജീപ്പ് മുമ്പിലായിട്ടാണ് പുഞ്ചിരിമട്ടത്തേക്ക് പോയത്. അതിൽ പലരും ഇന്ന് ഈ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ്. ഈ അവിടെ നിന്നും പിരിയുമ്പോൾ രമേശ് ഒരാളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, ഇദ്ദേഹം ഒരു കലാകാരനാണ്, ഒന്ന് നമുക്ക് നന്നായി ചാനലിൽ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ആ ആളും ഈ ദുരന്തത്തിൻ്റെ ബാക്കി പത്രം എന്നുള്ള നിലയിൽ അദ്ദേഹം ശേഷിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം SKN. അങ്ങനെ സങ്കടകരമായ നിരവധി അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നു SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പ, പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഈ ദുരന്തത്തിൻ്റെ തൊട്ട് തലേ ദിവസം ഈ വെള്ളാർമല സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും ഈ ദുരന്ത മേഖലകളിലും ഒക്കെ തന്നെ പലരുമായും സംസാരിച്ച് അതിൻ്റെ വാർത്താചിത്രം നൽകിയ ഞങ്ങളുടെ 24 പ്രതിനിധിയാണ്. അന്ന് കണ്ട പല ആളുകളെയും സുർജിത്തിന് ഇന്ന് കാണാൻ കഴിയുന്നില്ല. അന്വേഷിക്കുമ്പോൾ ചില ആളുകളെ കണ്ടെത്താനേ കഴിയുന്നില്ല. ചിലരുടെ മൃതദേഹം ലഭിച്ചു എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്.